ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരെ വെളുത്ത് വരുന്നേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ജിമ്മിൽ പോയി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വല്ലാതെ കാര്യപരിപാടികളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ അടുക്കളയിലോട്ട് പോവാം കേട്ടോ. അടുക്കളയിൽ ഞാൻ വന്ന പാടെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. കോഫി കപ്പിൽ നമ്മൾ ചായ കുടിക്കുന്നു. പിന്നെ അടുപ്പത്ത് കടല നമ്മൾ സാലഡ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് ഉപ്പ് ഇട്ട് വേവിച്ചെടുത്ത കടല വേണം. അപ്പോൾ നമ്മളത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ എന്തെല്ലാം അരിയുന്നുണ്ട്, എന്തെല്ലാം പ്ലാനൊക്കെ ഉണ്ട്, നടക്കുക എന്തോന്നൊന്നും നമുക്കറിയില്ല. അടുക്കള മൊത്തം ഷോക്കായിട്ടിരിക്കുകയാണ്. ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഗ്യാസാണെങ്കിൽ ഇപ്പം കഴിയും പറഞ്ഞിട്ടാണ് ഇരിക്കണത്. എപ്പോൾ കഴിയോ എന്തോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് പോകാം. കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് തന്നെ ആയിരിക്കും. ശുഭകരം. ഇത് ഈ വർഷം തുടങ്ങിയ മുതൽ നമ്മൾ പുറത്തുനിന്നാണ്. എന്ത് ചെയ്യാനും മല്ലയ്യ. അങ്ങനെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, എന്താ ചിരങ്ങയാണ് കേട്ടോ. ചിരങ്ങയും കൊണ്ട് എനിക്ക് ആകെ ഒരു സാധനം മാത്രം ഉണ്ടാക്കുന്നുള്ളൂ, താളിപ്പ്. അപ്പം അത് വിട്ടിട്ട് ഇന്ന് വെറൈറ്റി ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ചെയ്തിട്ട് ചിരങ്ങ അരിഞ്ഞ് കുക്കറിലാക്കിയിട്ട് പരിപ്പും തക്കാളി ഇട്ട് വേവിച്ചെടുക്കുന്ന ഇതുണ്ട്. അപ്പോൾ പരിപ്പൊക്കെ അതിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ചോറ് വയ്ക്കാം. ഞാൻ വെള്ളവും അരി ഒരുമിച്ചൊക്കെ കഴുകി അങ്ങനെ അടുപ്പത്ത് വയ്ക്കലാണ് കേട്ടോ. അപ്പോൾ അത് ചോറ് വേവട്ടെ ആയിരുന്നിട്ട് ഞാൻ അടിച്ചു വരാൻ ഇറങ്ങിയപ്പോൾ കുഞ്ഞോറും ചോട്ടനും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ തന്നെ. അപ്പോൾ ഇങ്ങനെ വീടിൻ്റെ 4 പാടും അടിച്ചു വരിയിട്ട് ചമ്മലൊക്കെ നമ്മൾ കത്തിക്കട്ടോ. അന്നന്ന് കത്തിച്ച ഒരു സമാധാനമാണ്, അല്ലെങ്കിൽ എന്തോ പോലെയാണ്. പിന്നെ അടുക്കളയിൽ കയറി വന്നപ്പോൾ പാത്രങ്ങൾ കുറച്ച് കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് അതാത് സ്ഥലത്ത് തന്നെ ഇങ്ങനെ വെക്കണം. എനിക്ക് ഈ അടുക്കി പെറുക്കി വെക്കാനും വല്ലാതെ അറിയില്ല. വയ്ക്കും, പക്ഷെ അതങ്ങോട്ട് ശരിയാവില്ല. അതെന്താ അറിയില്ല, അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം എനിക്ക്. ഒരു ദിവസം ഒഴിവുണ്ടാകുമ്പോൾ മൊത്തത്തിലൊന്ന് മാറ്റണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഇങ്ങോട്ട് മാറ്റി, ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ വേറെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, മേക്ക് ഓവർ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചെയ്യണം എന്തായാലും. പിന്നെ ചോറ് എന്താ നോക്കിയപ്പോൾ ചോറിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ 2 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വേറെ പാത്രത്തിലിട്ട്, എന്നിട്ട് ഇന്നലത്തെ ചോറുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകിയിട്ട് നമ്മുടെ ഈ ചോറിലിട്ടിട്ട് തിളച്ച് എണ്ണ ഊറ്റിക്കട്ടെ. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയിട്ടുണ്ട്. ചോറ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു. ദോശമാവ് ഞാൻ വാങ്ങിച്ചതാണ്. ഒരു 10 പൈസയ്ക്ക് ഇല്ലാത്തൊരു ദോശമാവ്. എനിക്ക് പരത്താനേ പറ്റണ്ട. ഞാനൊക്കെ ഉഷാറായിട്ട് പരത്തട്ടോ ദോശയൊക്കെ. പക്ഷേ ഇത് എന്തിത് വെള്ളം കൂടിയ പോലൊരു സംഭവം. ഇനി എന്തായാലും വാങ്ങിക്കൂല. അത് എനിക്ക് ഞാൻ ഈ ദോശമാവ് വാങ്ങിക്കില്ല, വേറെ ഏതെങ്കിലും വാങ്ങിക്കട്ടോ. ഇങ്ങനെ ഉണ്ടാവാറില്ല, അതെന്ത് പറ്റി എന്താ അറിയില്ല. ഇനി എന്തായാലും ഈ കമ്പനി നോക്കി വാങ്ങിക്കില്ല. കമ്പനിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ചുട്ട് നമ്മൾ കുറച്ച് ചോറും കൂടി ഊറ്റിയിടാണ്ടായിരുന്നു കേട്ടോ. മറ്റേ ചോറ് ഊറ്റുന്ന ഓട്ടോട്ട പാത്രമല്ല, അതിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് അങ്ങനെ ചോറ് ഇട്ട് കൊടുക്കാറാണ് പതിവ്. അങ്ങനെ തന്നെ ഇതങ്ങനെ അടച്ചു വെച്ച് നമ്മൾ അതിൽ നിന്നാണ് ചോറ് എടുക്കാറ് കേട്ടോ. അതെ, ഫസ്റ്റ് ദോശ നമുക്ക് മൂഞ്ചിട്ടുണ്ട്, ഗുഡ്. പിന്നെ അടുത്ത ദോശ ഉണ്ടാക്കി, ഇനി മൊത്തത്തിനും ദോശ മൂഞ്ചും, അതെനിക്ക് അങ്ങനെ തന്നെയാണ്. പിന്നെ അടുത്ത ദോശ ഉണ്ടാക്കി, അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ദോശ തിന്നോ ഇല്ല. എന്നിട്ട് എനിക്ക് വിശന്നപ്പോൾ ഞാൻ ഇന്നലെ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിക്കാൻ കേട്ടോ. എനിക്ക് PCOD ഉള്ളതുകൊണ്ട്, PCOD തൈറോയ്ഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചില സാധനങ്ങൾ തിന്നാനും ചില സാധനങ്ങൾ തിന്നാതിരിക്കാനും പറ്റാത്ത സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം കഴിക്കാൻ. പിന്നെ ഞാൻ ഇതെന്തുവായിരുന്നു, പീലർ. ഈ സംഭവം ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഈ ഒരു പേടിച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. കണ്ട പക്ഷെ നൈസാണ്, നല്ല ഉഷാറായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് ഫസ്റ്റത്തെ ഈ ഒരു കക്കരിക്ക് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ക്യാരറ്റൊക്കെ ഞാൻ എക്സ്പേർട്ടായതാണോ എടുത്തു. അപ്പോൾ അത് നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് നൈറ്റ് കഴിക്കാൻ വേണ്ടി സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ക്യാരറ്റും അതേപോലെ കുക്കുംബറും ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഭയങ്കര ചോറ് നമുക്ക് അധികം കഴിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ സാലഡ് അതുപോലെ പ്രോട്ടീൻ സാധനങ്ങളൊക്കെ അല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ചോറില്ലാത്ത ജീവിക്കാൻ തന്നെ പറ്റുമല്ലോ, എന്ത് ചെയ്യാനാ, സഹിച്ചല്ലേ പറ്റൂ. ഓരോ അസുഖങ്ങൾ വന്നു പോയാൽ പിന്നെ എന്ത് ചെയ്യും. അപ്പോൾ ഞാൻ സാലഡ് ഉണ്ടാക്കിയ എൻ്റെ എക്സ്പ്രഷൻ ഫസ്റ്റ് ടൈം ഇതിന് മുന്നേ ഒന്നുണ്ടാക്കിയിട്ട് ഫ്ലോപ്പായിരുന്നു. പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ അടുക്കളത്തെ പണിയൊക്കെ ഒരുങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം അടുക്കള തുടച്ചിട്ട് ഇപ്പോൾ അടുക്കള ഇതുണ്ടോ എത്ര പ്രത്യേകിച്ച് സെറ്റാക്കാൻ അറിയില്ല. പിന്നെ എന്തോ സംഭവം ഞാൻ കത്തിച്ച് വെച്ചത് കുന്തിരിക്കാണ് തോന്നുന്നു. കുന്തിരിക്കം പോക്കാനല്ലേ, എന്തോ സാമ്പ്രാണി അതൊന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുളിച്ച് വന്നിട്ട് നേരെ വിളക്ക് വയ്ക്കാൻ നിന്നിട്ടോ.
ഇപ്പോൾ സമയം 8 മണി. നമ്മളൊരു 6:30 തുടങ്ങിയ പരിപാടി ഇതിനിടെ വേറെ കുട്ടൻസ് ഉണ്ട്. കറി അടുപ്പത്ത് വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗ്യാസ് തീർന്നു പോയി. ഗ്യാസ് ഇപ്പത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഗ്യാസ് തീർന്നുകൊണ്ട് നമ്മൾ കറി അവിടെ പകുതി വെച്ച് നിർത്തി. അതുകൊണ്ടാണ് നമ്മൾ അടുക്കളത്തെ പരിപാടി വേഗം ഒരുങ്ങിയത് കേട്ടോ. അതുകൊണ്ട് ഇനി ചോറിന് ഇനി കറി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. എന്ത് ചെയ്യാനാ, വീണ്ടും പുറത്തുനിന്ന്. അങ്ങനെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് കുറച്ച് ഓട്സും കൂടി ഉണ്ട്, ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി കഴിക്കും. ഇവിടെ എല്ലാ കസേര സ്റ്റൂളൊക്കെ ഞങ്ങൾക്ക് ഇരിക്കാനുള്ളതല്ല, നിക്കിൻ്റെ പിള്ളേർക്ക് ഇരിക്കാനും ഉറങ്ങാനുള്ളതാണ്. അവർ ഇരുന്നതിൻ്റെ കുറച്ച് സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ അവിടെ കയറിയിരിക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് സ്ഥലം ചോദിച്ച് അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മോർണിംഗ് വ്ളോഗ് എന്ന് പറയുന്നത് കേട്ടോ. മിക്ക ദിവസങ്ങളും ഇങ്ങനെ തന്നെയാണ്. മിക്ക ദിവസങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഞാൻ കുഞ്ഞുകുട്ടനോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് അവരൊക്കെ കളിപ്പിച്ചിട്ട് ഓട്സ് അവർക്കും കൊടുത്തിട്ടോ. അത് വേറെ കാര്യം. ആ പാലിൻ്റെ സ്മെല്ല് കണ്ടാലും പിന്നെ അവർ വിടൂല. അപ്പോൾ അവർക്കും കൊടുത്ത് സെറ്റാക്കി. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.